കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം നിലകൊള്ളുന്ന നഗരമാണ് തൃശ്ശൂർ. തൃശ്ശൂർ നഗരത്തിൻ്റെ ഓരോ ശ്വാസത്തിനും ഓരോ പ്രത്യേക തരം താളമുണ്ട്. പൂരങ്ങളുടെ, പള്ളി തിരുനാളുകളുടെ, നേർച്ചകളുടെ ഒരു അസുലഭ താളം. ആഘോഷങ്ങളുടെ ഈ താളങ്ങൾക്കപ്പുറം ആത്മീയതയുടെ ഇടതാവളങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ട മണ്ണാണ് തൃശ്ശൂർ. തൃശ്ശൂരിൽ നിന്നും 5 കിലോമീറ്റർ മാറി ആത്മീയതയെ ആഘോഷമാക്കി മാറ്റിയ ഒരു ഇടത്താവളമുണ്ട്. അതാണ് ഒല്ലൂരിലെ കർമ്മലീത്ത മഠം. ഇന്ന് ആ മഠം അറിയപ്പെടുന്നത് ഒല്ലൂരിലെ അമ്മയുടെ കബറിടം സ്ഥിതി ചെയ്യുന്നിടം എന്നാണ്. ഒല്ലൂരിലെ കർമ്മലീത്ത മഠത്തിൻ്റെ മതിൽക്കെട്ടിനകത്ത് ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും ചെലവഴിച്ച ആ അമ്മ ഒല്ലൂരുകാർക്ക് പ്രാർത്ഥിക്കുന്ന അമ്മയാണ്. ആ അമ്മയുടെ ജീവിതം നീണ്ട ഒരു പ്രാർത്ഥനയായിരുന്നു. സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി വളരെയേറെ പ്രാർത്ഥിച്ച കന്യാസ്ത്രീയാണ് വിശുദ്ധ എവുപ്രാസ്യ. ഒല്ലൂരിൻ്റെ അമ്മ, പ്രാർത്ഥിക്കുന്ന അമ്മ, ചലിക്കുന്ന സക്രാരി എന്നിങ്ങനെ ഒട്ടേറെ പേരുകളുണ്ട്. ജീവിതത്തെ പ്രാർത്ഥനയാക്കിയൊരു ജീവിതമാണ് അവളുടേത്. ഈശോയുടെ തിരുഹൃദയത്തിലാണ് അവൾ അവളെ സ്വയം ഒളിപ്പിച്ചത്. ഇരിങ്ങാലക്കുട താലൂക്കിലെ ഒരു ഗ്രാമമായ കാട്ടൂരിൽ 1877 ഒക്ടോബർ 17 എലുവത്തിങ്കൽ അന്തോണിയുടെയും കുഞ്ഞേത്തിയുടെയും മൂത്ത മകളായി റോസ എന്ന എവുപ്രാസ്യ ജനിച്ചു. കുഞ്ഞുപ്രായം മുതൽക്കേ ദൈവഭക്തിയിലും ദൈവവിശ്വാസത്തിലും ഏവരെയും അതിശയിപ്പിച്ച ഒരു കുഞ്ഞായിരുന്നു അവൾ. 9-ാം വയസ്സിൽ തൻ്റെ കന്യകാത്വം ദൈവത്തിന് പ്രതിഷ്ഠിച്ച് താനൊരു കന്യാസ്ത്രീയാകുമെന്ന് തീരുമാനിച്ചു. എന്നാൽ തൻ്റെ ഓമന മകളെ വിലയും നിലയുമുള്ളൊരു കുടുംബത്തിൽ കെട്ടിച്ചയക്കുന്നത് സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന റോസയുടെ പിതാവ് 2ാമത്തെ മകളായ കൊച്ചുത്രേസ്യയെ കന്യാസ്ത്രീയാകാൻ അയക്കാമെന്ന് തീരുമാനിച്ചു. എന്നാൽ കൊച്ചുത്രേസ്യയുടെ അകാല ചരമം എല്ലാത്തിനും തിരിച്ചടിയായി. അങ്ങനെ എവുപ്രാസ്യയെ 1866 കൂനമ്മാവിൽ കർമ്മലീത്ത മഠത്തിൻ്റെ ബോർഡിങ്ങിലാക്കി. എന്നാൽ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ അവളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. 2 പ്രാവശ്യം വീട്ടിലേക്ക് കൊണ്ടുപോയി. സുഖമായപ്പോൾ വീണ്ടും തിരിച്ചു വന്നു. 3-ാം പ്രാവശ്യം മാരകമായ രോഗത്താൽ തീർത്തും അവശയായെങ്കിലും തിരുക്കുടുംബ ദർശനത്താൽ അവൾ സൗഖ്യം പ്രാപിച്ചു. 1897 മെയ് 10-ാം തീയതി അവൾക്ക് ശിരോവസ്ത്രം ലഭിക്കുകയും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ എവുപ്രാസ്യ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. സന്യാസത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ മുതൽ സഹനങ്ങളും രോഗങ്ങളും ക്ലേശങ്ങളും പ്രലോഭനങ്ങളും അവളെ ഏറെ അലട്ടി. അതുപോലെ തന്നെ സ്വർഗീയ ആനന്ദവും ഉണ്ടായിരുന്നു. 1898 ജനുവരി 10-ാം തീയതി അനുഗ്രഹീതമായ കർമ്മലസഭാ വസ്ത്രം ലഭിച്ചു. അവളുടെ എല്ലാ ആധ്യാത്മിക സംഘട്ടനങ്ങളും ദൈവിക വെളിപാടുകളും മേനാച്ചേരി പിതാവിനെ അദ്ദേഹത്തിൻ്റെ കൽപ്പന പ്രകാരം അറിയിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ രചിക്കപ്പെട്ട 80ഓളം കത്തുകൾ എവുപ്രാസ്യമ്മയുടെ ലിഖിതങ്ങൾ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1900 മെയ് 24-ാം തീയതി ഒല്ലൂരിൽ സ്ഥാപിതമായ സെൻറ് മേരീസ് മഠത്തിൻ്റെ ആശീർവാദ ദിനത്തിൽ സിസ്റ്റർ എവുപ്രാസ്യ നിത്യവ്രത വാഗ്ദാനം ചെയ്തു. തുടർന്നുള്ള 48 വർഷത്തോളം എവുപ്രാസ്യമ്മ ഈ ഒല്ലൂർ മഠത്തിൽ തന്നെയാണ് താമസിച്ചിട്ടുള്ളത്. നോവിസ് മിസ്ട്രസ്, മഠ അധിപ തുടങ്ങിയ ഉത്തരവാദിത്തങ്ങളിൽ നിയോഗിക്കപ്പെട്ട സിസ്റ്ററുടെ പ്രാർത്ഥനാ ജീവിതവും നിയമാനുഷ്ഠാന താൽപ്പര്യവും താപസ കൃത്യങ്ങളും ജീവിതകാലത്ത് തന്നെ പ്രത്യേകം ശ്രദ്ധേയമായിരുന്നു. എളിയ ഭാവത്തോടെ എപ്പോഴും വ്യാപിക്കാനും കർത്താവ് നൽകിയ ആത്മീയവരങ്ങൾ സന്തോഷപൂർവ്വം മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടി ചെലവഴിക്കാനും എവുപ്രാസ്യമ്മ സദാ ഉത്സുകയായിരുന്നു. നീണ്ട മണിക്കൂറുകൾ തിരുസന്നിധിയിൽ ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ചും ജപമാല ചൊല്ലിയും കഴിഞ്ഞിരുന്ന ഈ സുഹൃതിനെ പ്രാർത്ഥിക്കുന്ന അമ്മ എന്ന അപരനാമത്തിലാണ് നാട്ടിൽ അറിയപ്പെട്ടിരുന്നത്. പണത്തിൽ കുറഞ്ഞാലും പുണ്യത്തിൽ കുറയരുതെന്ന് എല്ലാവരോടും പറഞ്ഞിരുന്നു. 1952 ഓഗസ്റ്റ് 29 എവുപ്രാസ്യമ്മയുടെ മരണശേഷം പുണ്യകീർത്തി നാടെങ്ങും പരന്നു. 2002 ജൂലൈ 5 വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ ധന്യയും 2006 ജൂൺ 26-ാം തീയതി ബെനഡിക്ട് 16-ാമൻ പാപ്പ വാഴ്ത്തപ്പെട്ടവളുമായി പ്രഖ്യാപിച്ചു. 2014 ഏപ്രിൽ 4 ഫ്രാൻസിസ് മാർപ്പാപ്പ എവുപ്രാസ്യമ്മയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു.